ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കാളാഞ്ചിയുടെ തലക്കറി. എന്ത് നല്ല പൊളിയായിട്ടിരിക്കും സംഭവം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അടിപൊളി തലക്കറി. ആദ്യം തന്നെ ഇവന്മാരെ മൊത്തം ഒന്ന് വെട്ടി പീസാക്കി എടുക്കണം കേട്ടോ. പിടിപ്പിച്ച് നല്ല ചുവന്ന കളറാക്കി എടുക്കും. നമ്മൾ കരിഞ്ഞൊന്നും പോവാതെ കറക്റ്റ് മൂപ്പിൽ നമുക്ക് കിട്ടും. ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കാളാഞ്ചിയുടെ തലക്കറി. ആദ്യം തന്നെ ഇവന്മാരെ മൊത്തം ഒന്ന് വെട്ടി പീസാക്കി എടുക്കണം കേട്ടോ. എന്നാലേ നന്നായിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് കിടന്ന് വെന്ത് വരത്തുള്ളൂ. നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇടാനുള്ള വലിയ ചട്ടിയൊന്നുമില്ല. പിന്നെ അതുപോലെ ഗ്രേവിയും കൂടുതൽ വേണ്ടി വരും. നമ്മൾ ഒറ്റ തലയിട്ടിട്ട് കഴിഞ്ഞാൽ ഗ്രേവി അതുപോലെ വേണ്ടി വരും. അത് നമുക്കൊന്ന് പീസാക്കി എടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുളക് പൊടിയുടെ അരപ്പ് അങ്ങോട്ട് തേച്ച് മൊത്തം അങ്ങോട്ട് പിടിപ്പിച്ച് നല്ല ചുവന്ന കളറാക്കി എടുക്കും. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ ഇവനെ വെറുതെ വെച്ചേക്കും. ആ മസാലയൊക്കെ നന്നായിട്ട് അതേ പിടിച്ച് നല്ല സെറ്റായി ഉപ്പും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരും. അതിനുവേണ്ടി നമ്മളൊരു അരമണിക്കൂർ ഓളം വെറുതെ വെച്ചേക്കുവനെ. ഒന്നെങ്കിൽ ഫ്രീസറിൽ വെക്കാം, അല്ലെങ്കിൽ വെറുതെ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ഒരു അരമണിക്കൂറോ വെച്ചാലും മതി. നമ്മൾ നേരത്തെ ഇതിലേക്ക് ചേർത്ത മസാല ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ആദ്യം കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ പൊടി എടുത്തിട്ട് നമ്മൾ തിളച്ച എണ്ണ നന്നായിട്ട് തിളച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിക്കണം. ഒഴിച്ച് വരാൻ നേരത്ത് ഈ മുളക് പൊടി നല്ല നാച്ചുറലായിട്ട് മൂത്ത് വരും. നമ്മൾ കരിഞ്ഞൊന്നും പോവാതെ കറക്റ്റ് മൂപ്പിൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നല്ല ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. മുളക് പൊടിയുടെ കുത്തലും കാര്യങ്ങളൊക്കെ മാറി നല്ല വേറൊരു ടേസ്റ്റായിട്ട് വരും. നല്ല രീതിയിൽ തന്നെ ഉപ്പുമുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മളെടുത്തിരിക്കുന്നത് മൺചട്ടിയാണ്. മൺചട്ടി തന്നെ എടുക്കണം, എന്നാലും നമുക്ക് ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിനകത്ത് കുറച്ച് വേപ്പില, അതിനുശേഷം വേപ്പില പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ ഇഞ്ചി അത്യാവശ്യം നല്ല രീതിക്ക് മൂത്ത് ഒരു ബ്രൗൺ കളറാവും. നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളറാവുമ്പോഴേക്കും ഈ പച്ചമുളകിൻ്റെ പൊട്ടലൊക്കെ തീർന്ന് ബ്രൗൺ കളറാവുമ്പോഴേക്കും നമ്മുടെ ഉള്ളി ചതച്ച് വെച്ചിട്ട് കൊച്ചുള്ളി തന്നെ ചേർക്കണം. നമ്മുടെ സവോള ചേർത്താൻ പറ്റത്തില്ല. നല്ല കൊച്ചുള്ളി തന്നെ ചേർത്ത് നല്ല ചതച്ചെടുത്തിരിക്കുന്ന കൊച്ചുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 2-3 കഷ്ണം പുളി ഇതിനകത്തോട്ട് ചേർക്കണം. എണ്ണക്കാത്ത് പുളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറി പെട്ടെന്ന് തന്നെ ഇതിനകത്ത് പുളി ഉപ്പൊക്കെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണക്കാത്തോട്ട് പുളി ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് പുളിയൊന്ന് എണ്ണക്കാത്ത് കിടന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് കറിക്കകത്ത് പുളി പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും അതിനകത്തോട്ട് നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എണ്ണക്കാത്ത് കൂടി കിടന്ന് മൂക്കണം. എന്നാലേ നമുക്ക് ആ ഒരു കരിഞ്ഞു പോകാത്ത ടേസ്റ്റ് ഇട്ട് അത്യാവശ്യം എണ്ണക്കാത്ത് കിടന്ന് ഈ മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വരണം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൂത്ത് ആ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മുളക് പൊടി വെറുതെ ഇടരുത്, നല്ല രീതിക്ക് വെള്ളത്തിൽ കലക്കി നമ്മൾ അതിലേക്ക് ഒഴിക്കണം. കലക്കി ഒഴിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ മുളക് പൊടി കരിയാതെ കിട്ടും. നമ്മൾ സാധാരണ പാനിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് ഇടുക. വെള്ളത്തിൽ ഇട്ട് കലക്കിയെടുത്തുകൊണ്ട് മുളക് പൊടി നമുക്ക് കരിയാതെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. 2 രീതിയിലൊക്കെ വെക്കാം. നമ്മൾ കൂടുതലും വെക്കണം ഇങ്ങനെയാണ് വഴട്ടിയെടുത്തിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി അരച്ച് കലക്കിയെടുത്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇതാകുമ്പോൾ ഇത്തിരി കൂടി പണിയുണ്ട്, എന്നാലും ടേസ്റ്റ് ഇത്തിരി കൂടുതൽ ഇതിനാണ്. ഇങ്ങനെ മുളക് പൊടി കലക്കി ഒഴിച്ച് നല്ല രീതിക്ക് തിളക്കണം. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് വെട്ടിത്തിളച്ച് ഈ മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെ എല്ലാത്തിൻ്റെയും കുത്തലൊക്കെ നന്നായിട്ട് മാറി നല്ല രീതിയിലുള്ളൊരു ഗ്രേവി ആവും. നല്ല രീതിയിൽ വെട്ടിത്തിളച്ച ഗ്രേവി ആകുമ്പോൾ നമ്മുടെ കാളാഞ്ചിയുടെ തല, പീസാക്കിയ കാളാഞ്ചിയുടെ തല മുളക് പുരട്ടി വെച്ചത് അത് നേരെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്ത് നന്നായിട്ട് ഇളക്കി എല്ലാ പീസിലേക്കും നല്ല രീതിക്ക് ഈ മസാല പിടിക്കുന്നത് വരെ ഇളക്കി നല്ലതായിട്ട് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം. നല്ല രീതിയിലൊക്കെ വെന്ത് പിന്നെ ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴേക്കും കുറച്ച് വേപ്പിലയും വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ച് നല്ല രീതിക്ക് തിളച്ച് വരുമ്പോഴേക്കും ഏകദേശം കറി റെഡിയാവും. അത് കഴിയാന്നിട്ട് നമ്മുടെ കറി എടുക്കുമ്പോൾ ഇതിങ്ങനെ വെന്ത് നല്ല പൊളിയായിട്ടിരിക്കും. സംഭവം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.